ഈ പാട്ട് ആദ്യം പാടാനിരുന്നത് മറ്റൊരു ലെജൻഡറി ഗായകനാണ്. ആരാണെന്ന് വല്ല ഗസ്സുണ്ട്? വേറെ ആരോടും പറയണ്ട, നിങ്ങളോട് മാത്രം ഞാൻ രഹസ്യം പറയാം. സാക്ഷാൽ SPB. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ദിവസം നമ്മുടെ ഗായകൻ ജോബ് കുര്യന് ബിജി ബാലിന്റെ ഒരു മെസ്സേജ് വരുന്നു. SPBയെ കൊണ്ട് പാടിക്കാനിരുന്ന പാട്ടാണ്, അത് നടന്നില്ല. ഇനിയിപ്പോൾ ജോബ് പാടണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇത്രയും നല്ലൊരു പാട്ട് താൻ പാടിയാൽ ശരിയാകുമോ എന്നൊരു പേടി ജോബിന്. നേരെ വണ്ടി എടുത്തു വന്ന് പാടിയിട്ട് പൊക്കുന്നായി ബിജി ബാൽ. അങ്ങനെ ജോബ് കുര്യന്റെ ശബ്ദത്തിൽ പിറന്ന പാട്ട്. വെറും അരമണിക്കൂർ ജോബിന്റെ ജോബ് ഓവർ. താൻ പാടിയതിൽ ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, ഒന്നുകൂടി പാടാമെന്ന് ജോബ്. അതൊന്നും വേണ്ട, ഇതാണ് ഫീൽ എന്ന് ബിജി ബാൽ. ശരിയാണ്, എന്തൊരു ഫീലാണല്ലേ ഈ പാട്ടിന്. റഫീഖ് അഹമ്മദിന്റെ അതിമനോഹരമായ വരികളിൽ ജോബ് കുര്യൻ കാടേറാൻ വാന്ന് വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ കൂടെ അങ്ങ് പോയി പോകും. ഫ്രണ്ട്ഷിപ്പിന്റെയും നൊസ്റ്റാൾജിയയുടെയും യാത്രകളുടെയും ഒക്കെ ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ വല്ലാത്തൊരു മാജിക് ഉള്ള പാട്ട്. ആഷിഖ് കപൂറിന്റെ ഇടുക്കി ഗോൾഡിലെ പാട്ട്. ഒരാളുടെ ശബ്ദത്തിന് വേണ്ടി പിറന്ന് മറ്റൊരാളുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്ന് ഇന്ന് നമ്മുടേതായി മാറിയ പാട്ട്.